ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശ. മസാല ദോശ. ആദ്യം ശരിക്കും കാണിക്കണ്ടെന്ന് വിചാരിച്ചേ, പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന മസാല ദോശ നല്ല ടേസ്റ്റാണ് മസാലയ്ക്ക്. അതുകൊണ്ടൊന്ന് കാണിക്കാന്ന് വെച്ചില്ലേ. ആദ്യമേ ഒക്കെ കുറ്റം പറയുമായിരുന്നു, അപ്പൊ ഈയിടെ ഉണ്ടാക്കിയപ്പോ നല്ല ഒത്തിരി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. ഉണ്ട്, അതുകൊണ്ട് വിചാരിച്ച് ഇത്തവണ ഒന്ന് കാണിക്കാന്നില്ലേ. അതെ, അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത് ഞാൻ വീഡിയോ എടുക്കത്തില്ലായിരുന്നു. സുരേഷ് പറഞ്ഞു തന്നതാ കേട്ടോ. അതാരെ ഇത്രയും കിഴങ്ങ് എടുക്കണം ആദ്യം. ഇത് ആദ്യമേ കഴുകണം, കഴുകിയിട്ട് കഷ്ണിച്ച് കുക്കറിനകത്തോട്ട് ഇടണം. ഇത്രയും കിഴങ്ങെടുത്ത് കഷ്ണിച്ച് കുക്കറിനകത്തോട്ട് ഇടണം ഇല്ലയോ? അത് ഇവിടുത്തെ ആവശ്യത്തിന്റെ ഓരോ വീട്ടിലെ ആവശ്യത്തിന് അനുസരിച്ച്. കീറാതെ ഇടരുത്, കീറാതെ ഇട്ടാല കഴിഞ്ഞാൽ വേവത്തില്ല. ഇത് മാത്രം മതി, ക്യാരറ്റ് ഇല്ലയോ? ക്യാരറ്റ് ഇല്ല മോനെ. എന്താ? മേടിക്കാൻ മറന്നുപോയി. ക്യാരറ്റ് കൂടെ ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കുക്കറിലിട്ട് വേവിച്ചാൽ മതി. ഇനി ഇത് കുക്കറിനകത്തോട്ട് ഇടണം. ഇച്ചിരി വെള്ളം ഒഴിക്കണം, ശകലം വെള്ളം മതി. ശകലം ഉപ്പും ശകലം ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് അടച്ച് നമ്മൾ വേവിക്കാൻ പോകും. എത്ര അടി അടിക്കണം? 3 അടി അടിക്കണം. 3 അടി. ചമ്മന്തിക്കുള്ള തേങ്ങ. ചമ്മന്തിക്കുള്ള തേങ്ങ. ഈ വീഡിയോ എടുക്കാതെ ഇതൊന്ന് തിരുമിത്താ. അപ്പൊ വീഡിയോ അമ്മ എടുക്കും? ആ, ഞാൻ എടുത്തോളാം. പിന്നെ ഇതെന്ത് വെള്ളച്ചമ്മന്തിക്കാണോ? ആ, മസാല ദോശയുടെ ഉള്ള ചമ്മന്തിക്ക്. ചമ്മന്തി. അപ്പൊ സാമ്പാറില്ലേ? സാമ്പാർ ഇന്ന് വെച്ചില്ല. നിങ്ങൾക്ക് വേണ്ടല്ലോ സാമ്പാർ. ഉഴുന്നോടെ ഉഴുന്നോടെ ഇല്ലേ? അപ്പൊ കൂടെ ഇറക്കാം. ഉഴുന്നോടെ ഇല്ലാതെ മസാല ദോശയോ? പോയി മേടിച്ചോണ്ട് വന്ന് കഴിക്കുതണ്ടേ. ചമ്മന്തിക്കുള്ള ഇത് കൊച്ചുള്ളി 2-3 എണ്ണം എടുക്കണം. ഒരു ഇത്ര ഇഞ്ചി, സവാളയാ മെയിൻ. കൊച്ചുള്ളി 2-3 എണ്ണം, സവാളയാ മെയിൻ. മിക്സിക്ക് അതിൽ അടിക്കണം. തേങ്ങയും ഇതും കൂടെ. ഇഞ്ചി, സവാള ഇട്ട്, ഇഞ്ചി ഇട്ട്, കൊച്ചുള്ളി ഇട്ട്, തേങ്ങ, പച്ചമുളക്, മല്ലിയില. ഒത്തിരി എരിവ് വേണ്ട മസാല ദോശയ്ക്ക്. നമ്മൾ ആ വഴറ്റുന്നതിനകത്ത് ഇടുന്നുണ്ട് കണ്ടോ, അത് മതി. ഇത്രയും കൂടെ അടിക്കണം, ഉപ്പിട്ട് അടിക്കണം. ഉപ്പിടണം കേട്ടോ, ഉപ്പിട്ടടിക്കണം. ഉപ്പിട്ടടിക്കണം. വെള്ളം ഒഴിക്കാതെ മറന്നു. സത്യം പറ, വല്ലവരും പറഞ്ഞെന്ന് പഠിപ്പിക്കുകയാണോ? പിന്നെ ചമ്മന്തി അരക്കാൻ എല്ലാവർക്കും അറിയാം. പിന്നെ മറന്നു പോകുന്നത്. പിന്നെ ഇത്ര അരഞ്ഞാ മതിയോ? മതി മതി, ഒത്തിരി അരയരുത്. ഒത്തിരി അരയുകയും ചെയ്യരുത്, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കുറുകിയ പരുവം. വെളിച്ചെണ്ണ മോനെ. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകട്ടെ. കടുകൂട. എന്തോ ഭാഗ്യത്തിന് നന്നായി പോയല്ലയോ മസാല ദോശ അന്ന് ഉണ്ടാക്കിയപ്പോ. ഇന്ന് അത്ര നന്നാവൂ? കൊള്ളത്തില്ലെങ്കിൽ ഞാൻ കൊള്ളത്തില്ലെന്ന് പറയാം കേട്ടോ. പിന്നെ എന്താ പറയാ, ഉറപ്പാ. കടുകിട്ട് ആട്ടോ, കൊച്ചുള്ളി, വറ്റൽമുളക്, ഉള്ളി മൂക്കട്ടെ. കറിവേപ്പില ഇട്ടു. ഉള്ളി മൂത്തിട്ടിട്ടാ മതി. ഉള്ളി മൂത്ത് കഴിയുമ്പോ കറിവേപ്പിലയും വറ്റൽമുളക്. ഉള്ളി മൂത്ത് വറ്റൽമുളക്, കറിവേപ്പില. ഇനിയും ചമ്മന്തി അരച്ച്. ചമ്മന്തി പിന്നെ എപ്പോ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് കണ്ട് ഇതുപോലെ ആകാവുള്ളൂ. ഒത്തിരി നീണ്ടു പോകരുത്. ദോശയ്ക്ക് നമ്മൾ ഉണ്ടാക്കരുത്. ഈ പരുവത്തിന് കുറുകി ഇരിക്കണം. ഒത്തിരി അരയുകയും ചെയ്യരുത്. തിളക്കരുത്. ഒന്ന് ചൂടായാൽ മാത്രം മതി. നല്ലോണം ഒന്ന് ചൂടായാൽ മതി. അപ്പോഴത്തേക്ക് നിർത്തണം. അപ്പൊ നമ്മൾ മസാലയ്ക്ക് വേണ്ടിയുള്ള സവോള എടുക്കുന്നു, മുറിക്കുന്നു. ഇരട്ട സവോളയാണല്ലോ, അപ്പൊ ഇരട്ട കുഞ്ഞുങ്ങള്. വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി. അപ്പൊ നമുക്ക് വയറ്റാം. അപ്പൊ നമ്മൾ ചട്ടി ചൂടാക്കി വയറ്റാനില്ലയോ? വഴറ്റാനാണോ വയറ്റാനാണോ? വഴറ്റാൻ. വയറ്റുമല്ല. വെളിച്ചെണ്ണ. വേറെ കാര്യങ്ങളുണ്ട്. എന്തോ എല്ലാം മറന്നു പോയിട്ട് പറയും. ഒരു കാര്യം കൂടെ ഉണ്ടോ? അതല്ല, അത് പിന്നെ ഇടയ്ക്ക് ചേർക്കുന്നതാ. ഒരു സാധനം ഉണ്ട്. ഇത് കടുകിട്ട്, സവാള, ഇതെല്ലാം ഇതിനകത്തോട്ട് ഇടണം. ഇത്തിരി ഉപ്പ്. ഇപ്പൊ നമ്മള് കിഴങ്ങിനകത്ത് ഇട്ടത് കൊണ്ട് കുറച്ചിട്ടാ മതി.
മഞ്ഞപ്പൊടി ഇച്ചിരി ഇരുന്നോട്ടെ, കളർ വേണ്ടായോ. ക്യാരറ്റ് ഇല്ലായിരുന്നു, ക്യാരറ്റ് എണ്ണയെ കൊണ്ട് പോയി മേടിപ്പിച്ച് ഇല്ലേ, എന്നിട്ട് പുഴുങ്ങി കുക്കറിനകത്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് പുഴുങ്ങി. കിഴങ്ങ് പൊളിക്കണം. ഒരുമാതിരി വാടി, അപ്പം നമ്മൾ ഇതിനകത്തോട്ടൊരു ശകലം നെയ്യ് ഒഴിക്കണം. ശകലം നെയ്യ്. എന്നാലേ ആ രുചി വരുത്തുള്ളൂ. നല്ലോണം വാട. ഇപ്പൊ എന്ത് മാവാണ് ഇത്? ഇത്രയും മാവ് ഇത് വിൽക്കാൻ പോകുന്നത് ദോശ? 2-3 ദിവസത്തേക്ക്. അപ്പം ഒരാഴ്ച മൊത്തം ഇന്ന് ഇഡ്ഡലിയും ദോശ ഒരാഴ്ച മൊത്തത്തിൽ ഇനി മാവ് തിന്നേണ്ടി വരും. ഇതുണ്ടോ, അടിയിൽ ഉഴുന്നങ്ങ് ഇടും അമ്മ അരച്ച്. പൊളിച്ച മണം. അടിയിലേ ഉഴുന്നും ചോറും കൂടെ അരച്ച് ഒഴിക്കുക. അത് കഴിഞ്ഞാൽ പച്ചരി അരച്ചൊഴിക്കത്തുള്ളൂ. അതാ ഇത്രയും പൊങ്ങി വരുന്നത്. പിന്നെ ഞാൻ കലക്കത്തില്ല, ഇപ്പോഴാണ് കലക്കുന്നത്. കണ്ടോ, കലക്കാതെ അങ്ങ് വെച്ചേക്കും. ഇത് ഉടയ്ക്കണം, നല്ലോണം അങ്ങ് ഉടയണം കേട്ടോ മോനെ. കണ്ട് ഇത്രയും മതി വാടിയത്. കണ്ടോ, ഇതിനകത്തോട്ട് തീ ഇച്ചിരി കൂട്ടിയിട്ടിട്ട് ഞാൻ പച്ചമുളകും തക്കാളിക്കായും ചേർത്തില്ല മോനെ. തക്കാളിക്ക ചേർത്ത് കഴിഞ്ഞാൽ ഇത് ചുമന്നങ്ങ് ഇരിക്കും. പച്ചമുളക് ചേർക്കാഞ്ഞെന്ന് പറഞ്ഞാൽ വല്യച്ഛന് എരി പറ്റത്തില്ല, നിങ്ങൾക്കും പറ്റത്തില്ലല്ലോ. മുളക് ചമ്മന്തിക്കകത്ത് നല്ലോണം അരച്ചിട്ടുണ്ട്. അമ്മ പൊടിച്ചു വെച്ചിരുന്നതാ, കറുവപ്പട്ട ഗ്രാമ്പൂ അതെല്ലാം കൂടി ഇട്ട പൊടിച്ചു വെച്ചിരുന്ന. അതേലെ ഒരു ശകലം മതി. കണ്ടോ, പിന്നെ ഒരു ശകലം പെരിഞ്ചീരവും കൂടെ വേണേ ചേർത്തോണം. ഇതിന് കളർ മാറുന്ന അങ്ങനെ വല്ലതും ഉണ്ടോ? അതോ ഇല്ല, ഒന്നുമില്ല. നമുക്കൊന്ന് ചൂടായാൽ മാത്രം മതി. മസാലയും പെരിഞ്ഞീരവും ഇട്ടേൻ്റെ കിഴങ്ങ് ചൂടായി. ഓൾറെഡി വെന്തതല്ലേ മോനെ കിഴങ്ങ്. എന്താ അമ്മ ഇത് കറുത്തിരിക്കുന്നേ? അമ്മ ഇപ്പൊ മസാലപ്പൊടി ഇട്ടില്ലയോ, അതിൻ്റെയാ. അത് നല്ലതാ, കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിക്കുക ദോശത്തവയില്. നടുക്കൂന്ന് പെയ്യ്. ഉണ്ണി ഉണ്ടായ ദോശ കണ്ട പൊളി സാധനം. ചമ്മന്തി ഒഴിക്കുന്നു. കഴിക്കാൻ ഞാൻ വല്ലേച്ചില്ല. എങ്ങനെയുണ്ട്? നല്ല ദോശയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട്. മുരാണ്ട് സൗണ്ടൊക്കെ കേട്ടോ, കൊരാന്നിരിക്കുന്നു. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളിയാ. ഞാൻ ഉണ്ടാക്കിയ ദോശയുടെ ആ മുരിമുരിപ്പുണ്ട്.